ആടുജീവിതം നോവൽ, അതിൻ്റെ കഥ ബെന്യാമിൻ അടിച്ചു മാറ്റിയതാണോ? ഒരു സംശയം കൊണ്ട് ചോദിച്ചതാണ്. കാരണം കഴിഞ്ഞ ദിവസം ചെറായിയിലെ മമ്മു കണിയത്തെന്ന മുൻ പ്രവാസി ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖം കേട്ടപ്പോൾ തോന്നിയ സംശയമാണ്. 2008 ബെന്യാമിൻ്റെ ആടുജീവിതം നോവൽ പുറത്തിറങ്ങുന്നതിന് 8 വർഷം മുൻപ് പ്രമുഖ ആഴ്ചപ്പതിപ്പിൽ വഴിയറിയാത്ത ഇടയൻ എന്ന പേരിൽ ഒരു പ്രവാസിയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു കുറിപ്പ് പ്രസിദ്ധീകരിച്ചിരുന്നു. സൗദിയിലെ വിദൂര മരുഭൂമിക്ക് നടുവിൽ ഊരും പേരും എന്നതുപോലും മറന്ന് ജീവിച്ച മലയാളിയുടെ പച്ചയായ കഥ. അഭിമുഖത്തിൽ ആ അനുഭവത്തെ 71കാരനായ ചെറായിയിലെ മമ്മു കണിയത്ത് ഓർത്തെടുത്തു. പൊള്ളുന്ന അനുഭവങ്ങൾ 15 അധ്യായത്തിൽ മമ്മു എഴുതി തീർത്തു. സുശികം മാസികയിൽ അത് പ്രസിദ്ധീകരിച്ചു. 4 വർഷത്തിന് ശേഷം പുറത്തിറങ്ങിയ ആടുജീവിതം വായിച്ചപ്പോൾ തൻ്റെ അനുഭവങ്ങളൊക്കെയും അതിനുള്ളിൽ നുരഞ്ഞു പൊന്തുന്നത് മമ്മു അറിഞ്ഞു. 1992 മമ്മു ഉള്ളതൊക്കെ വെറ്റുപറക്കി സൗദിയിലേക്ക് പറന്നത്. വിമാനമിറങ്ങിയ മമ്മുവിനെ ആരോ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. മരുഭൂമിക്ക് നടുവിൽ ബദു വിഭാഗത്തിലുള്ള അറബി ഖാലിദിൻ്റെ മസ്രയിലാണ് മമ്മുവിനെ നടതള്ളിയത്. പിന്നെ ജീവിതം ആട്ടിടയനായിട്ടായിരുന്നു. ക്രൂരയായ ഖാലിദിൻ്റെ അമ്മ, ആടുകൾക്കിടയിലെ പ്രാകൃത ജീവിതം, പാത്തിയിലൂടെ ഒഴുകി വരുന്ന വെള്ളം തൊടാൻ പോലും അവകാശമില്ല, കുളി അന്യമായി, അറബി തന്ന നീളം കുപ്പായം പിന്നിക്കീറി തീരാറായി, പാമ്പിനെയും കരിന്തേളിനെയുമൊക്കെ ഭയന്ന് മണലിൽ കിടന്നുള്ള ഉറക്കം, ഒട്ടകങ്ങളുടെ ആക്രമണം ഉൾപ്പെടെ അനുഭവങ്ങൾ പലത്. നഷ്ടപ്പെട്ട ആട്ടിൻകൂട്ടത്തെ തേടിയുള്ള മരുഭൂമി യാത്ര വിറയാർന്ന ഓർമ്മയായി മമ്മുവിൻ്റെ ഉള്ളിൽ പിടയ്ക്കുന്നുണ്ട് ഇപ്പോഴും. തിരിച്ചു കിട്ടിയ ആട്ടിൻപറ്റവുമായി മരുഭൂമിക്ക് നടുവിൽ ദിക്കറിയാതെയുള്ള അലച്ചിൽ. മുകളിൽ വിരൽ കൊണ്ട് തൊടാമെന്ന മട്ടിൽ സൂര്യൻ, മണലിൽ കാലുകൾ നീറിപ്പോഞ്ഞു, തുള്ളി വെള്ളം പോലുമില്ല തൊണ്ട നനയ്ക്കാൻ. മരുക്കാറ്റിൽ വലിയ ആട്ടിൻതൊഴുത്ത് തകർന്ന് ദേഹത്ത് വീണപ്പോൾ മരണത്തെയും മുന്നിൽ കണ്ടു. പിന്നീട് കെട്ടിടം പണിക്കാരനായി. കൂലിയില്ലാത്ത അടിമപ്പണി. നജീബിൻ്റെയും മമ്മുവിൻ്റെയും കഥയിൽ ഒതുങ്ങുന്നതല്ല പ്രവാസ ജീവിത ദുരന്തങ്ങൾ. എത്ര നോവൽ എഴുതിയാലും ജീവിതക്കുറിപ്പ് എഴുതിയാലും അതിനൊപ്പമാകില്ല മമ്മു. എത്ര നോവൽ എഴുതിയാലും ജീവിതക്കുറിപ്പ് എഴുതിയാലും അതിനൊപ്പമാകില്ലെന്നാണ് മമ്മു പറയുന്നത്. ഇതിനിടയിലും മമ്മുവിനെ ജീവിക്കാൻ പ്രേരിപ്പിച്ചത് കഥയെഴുത്താണ്. ഒട്ടേറെ മാസികകളിൽ കഥകൾ പ്രസിദ്ധീകരിച്ചു. ആകാശവാണിയിലും കഥകൾ അവതരിപ്പിച്ചു. പ്രവാസത്തിന് മുൻപും ശേഷവും ബസ് കണ്ടക്ടറായി ജീവിതം. അത് നിരവധി വണ്ടിക്കഥകൾക്കും നിമിത്തമായി. സൗദി പ്രവാസത്തിന് മുമ്പൊരു ആൻഡമാൻ ജീവിതവും മമ്മുവിനുണ്ട്. ആൻഡമാൻ റേഡിയോയിലും കഥകൾ വായിച്ചു. തൻ്റെ ജീവിതകഥ ഒരു ഓൺലൈൻ മാഗസിനിലും പ്രസിദ്ധീകരിച്ചു. ജീവിതാനുഭവം അച്ചടിമഷി പുരണ്ടെങ്കിലും പുസ്തകമാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള കാത്തിരിപ്പിലും പ്രയത്നത്തിലുമാണ് മമ്മു കണിയത്ത്. മമ്മുവിൻ്റെ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ തോന്നിയ സംശയമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. വഴിയറിയാത്ത ഇടയൻ എന്ന കഥയിലെ നായകൻ്റെ പേര് മാറ്റി നജീബാക്കി എഡിറ്റ് ചെയ്തതാണോ ആടുജീവിതമെന്ന് ആർക്കാ സംശയം തോന്നാത്തത്? ഇപ്പോൾ അടിച്ചുമാറ്റലിൻ്റെയും മോഷണത്തിൻ്റെയും കാലമാണ്. ഞാനിതാരെയും കുറ്റപ്പെടുത്തിയതോ കള്ളനാക്കിയതോ അല്ല. മമ്മു പറഞ്ഞത് വെച്ച് നോക്കിയപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു സംശയം, അത്രയേ ഉള്ളൂ.